ഹലോ മച്ചന്മാരെ, V4 എക്സ്പ്ലെയിൻ്റെ പുതിയ മൂവിയിലേക്ക് വീണ്ടും സ്വാഗതം. പുറത്ത് ഇടിമിന്നലിൻ്റെയും ഇടിയുടെയും ശബ്ദം മുഴങ്ങി കേൾക്കുമ്പോഴെല്ലാം അവൻ ആ സുവർണാവസരത്തിനായി കാത്തുനിന്നു. ആ ഇടിമുഴക്കത്തിൻ്റെ ശബ്ദത്തിനിടയിൽ അവൻ കയ്യിലുണ്ടായിരുന്ന വലിയൊരു കല്ലുകൊണ്ട് ആ കട്ടിയേറിയ മലിനജല പൈപ്പിലേക്ക് ശക്തിയായി പ്രഹരിച്ചു. കാരണം ആ വലിയ ശബ്ദം കൊണ്ട് മാത്രമേ താൻ ചെയ്യുന്നതിൻ്റെ ശബ്ദം മുകളിലുള്ള കാവൽക്കാരുടെ കാതുകളിൽ എത്താതിരിക്കാൻ അവന് കഴിയുമായിരുന്നുള്ളൂ. ആ പൈപ്പായിരുന്നു പിന്നീട് അവൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരേയൊരു വഴി. അവസാനം നിരന്തരമായ ശ്രമങ്ങൾക്കൊടുവിൽ ആ പൈപ്പ് തകർക്കാൻ അവന് കഴിഞ്ഞു. പൈപ്പ് പൊട്ടിയതും അതിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്ന കറുത്ത മലിനജലം അവന് നേരെ ചീറ്റിയൊഴുകി. എന്നാൽ ആ ദുർഗന്ധമോ മലിനജലമോ അവനെ ഒട്ടും അലട്ടിയിരുന്നില്ല. അവന് ഒട്ടും മടിക്കാതെ ആ ഇടുങ്ങിയ പൈപ്പിലേക്ക് ഇഴഞ്ഞുകയറി. 20 വർഷത്തോളം ആ ഇരുമ്പഴിക്കുള്ളിൽ കിടന്ന അവൻ വെറും ആ ചെറിയ ചുറ്റിക കൊണ്ട് ആരും കാണാതെ ആ ചുമരിൽ തുരങ്കമുണ്ടാക്കി. ഒടുവിൽ ആ തടവറയുടെ മതിൽക്കെട്ടുകൾക്ക് പുറത്തേക്ക് ആ മഴയത്തേക്ക് സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് ഓടിമറഞ്ഞു. അടുത്ത ദിവസം രാവിലെ പതിവ് പോലെ കാവൽക്കാർ തടവുകാരുടെ എണ്ണമെടുത്തു. എന്നാൽ സെൽ നമ്പർ 245 തടവുകാരൻ മാത്രം പുറത്തേക്ക് വന്നില്ല. ഇത് കണ്ട് ദേഷ്യം വന്ന ജയിലർ നേരെ അവന്റെ മുറിയിലേക്ക് നടന്നു. എന്നാൽ അവിടെ എത്തിയ ജയിലർ കണ്ടത് ആരെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ആ മുറിയിൽ ആരുമുണ്ടായിരുന്നില്ല. അവൻ അപ്രത്യക്ഷനായിരുന്നു. വിവരമറിഞ്ഞ് ജയിൽ സൂപ്രണ്ട് ഓടിയെത്തി. ഇന്നലെ രാത്രി പോലും ഇവിടെ ഉണ്ടായിരുന്ന തടവുകാരൻ എങ്ങനെ അപ്രത്യക്ഷനായി എന്ന് മനസ്സിലാകാതെ അവർ ചുറ്റുനോക്കി. ദേഷ്യം സഹിക്കാനാവാതെ സൂപ്രണ്ട് അവിടെയുണ്ടായിരുന്ന ഒരു ചെറിയ കല്ലെടുത്ത് ഭിത്തിയിൽ ഒട്ടിച്ചിരുന്ന ഒരു നടിയുടെ പോസ്റ്ററിലേക്ക് എറിഞ്ഞു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, ആ കല്ല് ആ പോസ്റ്ററും തുളച്ച് ഉള്ളിലേക്ക് പോയി. സൂപ്രണ്ട് വേഗം ആ പോസ്റ്റർ വലിച്ചു കീറി. അപ്പോഴാണ് അവൻ ആ സത്യം മനസ്സിലാക്കിയത്. ആ പോസ്റ്ററിന് പിന്നിൽ ജയിലിന് പുറത്തു പോകുന്ന വലിയൊരു തുരങ്കം അവൻ ഉണ്ടാക്കിയിരുന്നു. വർഷങ്ങളായി അവൻ രഹസ്യമായി ചെയ്ത കാര്യമായിരുന്നു അത്. ജയിലിന്റെ തകർന്ന സിമന്റ് പാളികൾ അവൻ തന്റെ ബുദ്ധി കൊണ്ട് ഓരോ ദിവസവും ആരും കാണാതെ മാറ്റുകയായിരുന്നു. യഥാർത്ഥത്തിൽ അവൻ ഒരു നിരപരാധിയായ ബാങ്കറായിരുന്നു. ഭാര്യയുടെ കൊലപാതക കുറ്റം ചുമത്തിയാണ് അവനെ ഈ ഷോഷാങ്ക് ജയിലിലേക്ക് അയക്കുന്നത്. അവിടെ എത്തിയ ആദ്യ ദിനങ്ങളിൽ മറ്റുള്ള തടവുകാർ വിചാരിച്ചത് അവൻ പെട്ടെന്ന് തന്നെ തളർന്നു പോകുമെന്നാണ്. എന്നാൽ എല്ലാവരുടെയും കണക്കുകൂട്ടകൾ തെറ്റിച്ചുകൊണ്ട് അവൻ അതിജീവനത്തിന്റെ ഒരു പുതിയ ചരിത്രം തന്നെ അവിടെ കുറിക്കുകയായിരുന്നു. അവൻ ജയിലറുടെ കയ്യിൽ നിന്നും വാങ്ങിയ ബൈബിളിനുള്ളിലാണ് ആ ചെറിയ ചുറ്റിക ഒളിപ്പിച്ചു വെച്ചിരുന്നത്. മുക്തിയുടെ വഴി ഇതിലുണ്ട് എന്ന് ജയിലർ അവനോട് പറഞ്ഞപ്പോൾ ജയിലർ പോലും വിചാരിച്ചില്ല അത് തൻ്റെ ജയിലിൻ്റെ തകർച്ചയ്ക്കുള്ള വഴിയാണെന്ന്. അടുത്ത വീഡിയോയുമായി V4 എക്സ്പ്ലെയിൻ വീണ്ടും വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.